Good evening to everybody. Good evening. ആദ്യമായി ഒത്തിരി പുതിയ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ എനിക്കൊരു ഡാൻസ് കളിക്കുന്നുണ്ട്. അവർ വിചാരിക്കും ഇവിടെ വരുന്ന ആളുകൾ മുഴുവൻ ആളുകളെ കോടീശ്വരാക്കിട്ടേ വിടുകയുള്ളൂ എന്നൊരു ചിന്തയിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടാവും. ഫസ്റ്റ് ഈ ഒരു പ്രോഗ്രാം ആദ്യമായി കാണാൻ വന്ന ആളുകൾ ഒന്ന് കൈമുക്കും, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യമായി വന്നത്. നമ്മുടെ ഒത്തിരി ഗസ്റ്റാണ് ഇരിക്കുന്നത്. അവർക്ക് മനോഹരമായ ഒരു കൈയടി നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് മനോഹരമായ ഒരു കൈയടി. കാരണം ഇത്രയും പേഷ്യൻസോട് കൂടിയിട്ട് ഒരു സൺഡേ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഈ നിമിഷം വരെ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു സാധാരണ കാര്യമല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും വഴിത്തിരിവുണ്ടാവും, ഒരു ടേണിംഗ് പോയിന്റ്. ലൈഫിൽ വിജയിച്ച മനുഷ്യരെല്ലാം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു ടേണിംഗ് പോയിന്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും, ഒരു വഴിത്തിരിവ്. ഇന്ന് ആദ്യമായി ഹാളിലേക്ക് കയറി വന്ന് ഇത്രയും നേരം ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് എന്ന് പറയുന്നത് ഇന്ന് ഈ ദിവസമായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇപ്പോ MS ധോണി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന MS ധോണിയുടെ ജീവിതത്തിലെ വഴിത്തിരിവ് എന്താണ്? ഏറ്റവും നല്ല ഗോൾ കീപ്പറായിരുന്ന MS ധോണി ക്രിക്കറ്റിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള തീരുമാനമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടായത്. നമ്മുടെ ലോകത്ത് വിജയിച്ച എല്ലാ മനുഷ്യന്മാരെ അല്ലെങ്കിൽ എല്ലാ മഹാന്മാരെ നിങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ വഴിത്തിരിവ് എന്താണ്? ജോഹന്നാസ്ബർഗിൽ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷുകാരൻ ചവിട്ടി പുറത്താക്കിയപ്പോ അവിടുന്ന് അദ്ദേഹത്തിന്റെ ചിന്തയിൽ വന്നതാണ്, എന്റെ രാജ്യം ഭരിക്കുന്നത് വിദേശികളാണ്, ഇംഗ്ലീഷുകാരാണ്, അതുകൊണ്ടാണ് എന്നെ ചവിട്ടി പുറത്താക്കിയത്. ഇനിയുള്ള ജന്മം എന്റെ രാജ്യത്ത് നിന്നും ഇവരെ ചവിട്ടി പുറത്താക്കലാണ് എന്റെ ലൈഫിന്റെ ലക്ഷ്യം എന്ന് തീരുമാനിച്ചപ്പോഴാണ് അവിടെ ഒരു രാഷ്ട്രപിതാവ് പിറന്നത്. അതാണ് അദ്ദേഹത്തിന്റെ, ആ രാഷ്ട്രപിതാവിന്റെ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത് ജോഹന്നാസ്ബർഗിൽ നിന്നെടുത്ത തീരുമാനമാണ്. ധിരുഭായ് അംബാനി എടുത്ത് നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു ജോലിക്കാരനായി മാത്രം ജീവിച്ചതുകൊണ്ട് എവിടെ എത്താൻ പറ്റില്ല, ഒരു ബിസിനസ് ഫാമിലിയിലേക്ക് പോകണം എന്ന് പറഞ്ഞ് പാതാളഗംഗയിൽ ആദ്യമായിട്ട് ഒരു ഫാക്ടറി കൊണ്ടുവന്ന് അവരുടെ ഒരു ആദ്യത്തെ ഫാക്ടറി കൊണ്ടുവന്നത് അന്നാണ് ധിരുഭായ് അംബാനിയുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായത്. എടക്കരയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണ വില്ലേജിൽ വളർന്ന എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവെന്ന് പറയുന്നത് 2013 ഡിസംബർ 26 ഈ കമ്പനിയുടെ CEO അഡ്വക്കേറ്റ് അഭിലാഷ് തോമസ് ഈ അവസരം തന്നപ്പോ ഒരു തുറന്ന മനസ്സോടുകൂടി ഈ ബിസിനസ്സിലേക്ക് കയറിയത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായത്. അതല്ലെങ്കിൽ ഞങ്ങളെല്ലാം നിങ്ങളെ പോലെ തന്നെ സാധാരണക്കാർ, കുറെ ആളുകളെ നിങ്ങൾ കണ്ടില്ലേ, ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ കോട്ടയ്ക്കിൽ നിന്ന് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്നു, എല്ലാവരും സാധാരണക്കാരാണ്. ഒരു വഴിത്തിരിവ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് ഈ ഹാളിൽ ഇരിക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന, ഈ കമ്പനിയുടെ 600ാം വീക്ക് സെലിബ്രേഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു വഴിത്തിരിവ് ഉണ്ടാവട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് തുടങ്ങാം. സോ ആദ്യമായി എനിക്ക് നന്ദി പറയേണ്ടത്, ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾ ആദ്യമായി വന്ന ആളുകൾ ഒരു പക്ഷേ ഇവരുടെ എഫേർട്ടിന് അറിയില്ല. കാസർഗോഡ് നിന്നും ട്രിവാൻഡ്രത്ത് നിന്നും ഇന്ന് ഇതിന്റെ ഒരു അവസരം കേൾപ്പിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്ന ഒത്തിരി നല്ല മനുഷ്യർ ഈ ബിസിനസ്സിലുണ്ട്. അവരാണ് ഈ ഒരു പ്രോഗ്രാം ഇത്രയും മനോഹരമാക്കിയത്. തീർച്ചയായിട്ടും വന്ന ഗസ്റ്റും അവർക്ക് വേണമെങ്കിൽ ഒരു കൈയ്യടി കൊടുക്കാം, കാരണം അവരാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. സോ അതുപോലെ തന്നെ ഒത്തിരി ഡയമണ്ട്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനിയുടെ VSC മെമ്പർ മനോജ് സാറിനെ നിങ്ങൾ കണ്ടു. എല്ലാവർക്കും നന്ദി. വെരി വെരി ഹാപ്പി ടുഡേ, വെരി വെരി ഹാപ്പി. എനിക്ക് ഈ സ്റ്റേജിൽ പറയാനുള്ളത്, ഇവിടെ എങ്ങനെ പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ലക്ക്. ഇവിടെ മനോജ് സാറ് പറഞ്ഞു, ലക്ക് കൊണ്ടാണ് പല ആളുകളും ഓം പ്രകാശ് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഈസ് എ ലക്കി പേഴ്സൺ. അല്ലെങ്കിൽ ഇവിടെ ഒരാൾ വന്ന് പറയാണ് 5 കോടി കൊണ്ട് 5 കോടി വരുമാനം ഉണ്ടാക്കി, 10 കോടി വരുമാനം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ചിന്തയിൽ ആദ്യം പോകുന്നത് ഹീസ് എ ലക്കി പേഴ്സൺ, ഒരു ലക്ക് കൊണ്ടായിരിക്കും. നോ, ലക്ക് ഈസ് നത്തിങ് ബട്ട് ഓപ്പർച്യൂണിറ്റി ക്യാപിറ്റലൈസ് എന്നാണ് പറയുന്നത്. ഒരു അവസരം വരുന്ന സമയത്ത് അതിനെ ശരിയായി എടുക്കാൻ പറ്റുന്നവരാണ് ജീവിതത്തിൽ ലക്കി പേഴ്സൺ ആവുന്നത്. മൈ പോയിന്റ്. എല്ലാം ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ആരാണ്? സൂപ്പർ സ്റ്റാർ?
തലവർ രജനി വരുമ്പോൾ നമ്മൾ പറയും തലവർ രജനികാന്താണ് സൂപ്പർ സ്റ്റാർ. നമ്മൾ പറയും നമ്മൾ ലാലേട്ടനും അല്ലെങ്കിൽ മമ്മൂക്കിയാണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയും. നോർത്ത് ഇന്ത്യ പോയ ഷാറുഖ് ഖാനാണ് അല്ലെങ്കിൽ അമിതാഭ് ബച്ചനാണെന്ന് പറയും. ഒത്തിരി പേര് പറയുന്നുണ്ടാവും. ഏഷ്യയിലെ സൂപ്പർ സ്റ്റാർ ആരാണ്? അന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോയില്ലല്ലോ സാറ്. ശരി, എന്റെ കുട്ടിക്കാലത്തെല്ലാം എന്റെ ചെറിയ പ്രായത്തിലെല്ലാം ഏഷ്യയിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ആരാന്ന് വെച്ചാൽ ബ്രൂസ്ലി ആയിരുന്നു ഏഷ്യയിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഏറ്റവും ഭയങ്കര പവർഫുൾ ആയിരുന്നു. അതായത് ബ്രൂസ്ലിയെ ഫോട്ടോ തന്നെ അറിയില്ലേ, ഇങ്ങനെ നിന്ന് ഇടിച്ച് പറപ്പുമാണ്. ഈ സമയത്ത് അദ്ദേഹം ഏറ്റവും ഗൺസുള്ള മനുഷ്യനാണ്, ഏറ്റവും ടാലന്റ് ഉള്ള ആളാണ്, ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ കഴിവുള്ള മനുഷ്യനാണ്. ഇതുകൊണ്ടാണ് ഇദ്ദേഹം ഏഷ്യയിലെ സൂപ്പർ സ്റ്റാറുമായിരുന്നു. ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് 63ാമത്തെ നിലയിൽ നിന്നും ഒരു ഫൈറ്റ് സീനാണ്. അദ്ദേഹം നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം 63ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടണം. അപ്പൊ റോപ്പുള്ള ഉണ്ട്. ആക്ഷൻ സീൻ നിങ്ങൾക്ക് അറിയാലോ, സിനിമയിൽ ബാക്കിൽ കെട്ടുണ്ടാവും, കയറുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടാണ് ചാടുന്നത്. അങ്ങനെ ആക്ഷൻ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇത് കഥയല്ല, ഒറിജിനലാണ്. ഓടി വന്ന് ഫൈറ്റ് നടന്നു. ചാടുന്ന സമയത്ത് ഓടി വരുന്ന സമയത്ത് 63 നില കാണുമ്പോൾ സാക്ഷാൽ ബ്രൂസിലി പോലും ഒന്ന് വിറച്ചു. ദൈവം ഇതെങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പണിയാവുമെന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ ബാക്കിലേക്ക് ശരിയായിരുന്നു. അപ്പൊ കട്ട് പറഞ്ഞു. സംവിധാനം പറഞ്ഞു ഒരിക്കൽ കൂടി ടേക്ക് പോകണമെന്ന് പറഞ്ഞു. സെയിം ഫ്രെയിം വന്നു, ആളുകൾ വന്നു, ആക്ഷൻ നടക്കുന്നു, ആളുകൾ ഇടിക്കുന്നു, പാലത്തി വിടുന്നു, ഓടി വന്ന് ചാടി അടുത്ത ബിൽഡിങ്ങിലേക്ക് പോവാണ്. പിന്നെ വരുമ്പോ അദ്ദേഹത്തിന്റെ ഉൾമനസ്സാണ് സമ്മതിക്കുന്നില്ല ചാടാൻ. പിന്നെ ബാക്കിലേക്ക് പോയി. അപ്പൊ സംവിധാനം പറഞ്ഞു ഇത് ശരിയാവില്ല, ഈ ഒരു ഷോട്ട് ഇല്ലാതെയാണെങ്കിൽ ഈ പടം മുന്നോട്ട് പോകില്ല. അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് ഷോട്ടും കൂടി പറഞ്ഞു ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. സെയിം ആക്ഷൻ അടിച്ചു പറത്തി. അതിനുശേഷം നേരെ പോയി ചാടി അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകണം. ഈ ചാടുന്നത് 63 നിലയുടെ മേലെ നോക്കുമ്പോ ഇദ്ദേഹത്തിന് ഒരു ഭയം. അതോടുകൂടിയിട്ട് നമ്മുടെ സംവിധാനം മനസ്സിലായി അണ്ണനെക്കൊണ്ട് ഈ പരിപാടി നടക്കില്ല എന്നുള്ളൊരു തീരുമാനം വന്നു. ബാക്കിലേക്ക് നോക്കി ഒത്തിരി ആളുകളുണ്ട്, ഫൈറ്റേഴ്സിന്റെ ബാക്കിലിരിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു ആർക്കെങ്കിലും ഡ്യൂപ്പായിട്ട് ചാടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇപ്പൊ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കാരണം സാക്ഷാൽ ബ്രൂസിലിക്ക് ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ സാറേ ചാടുന്നത് എന്നാണ് പല ആളുകളും നോക്കുന്നത്. പക്ഷെ പരിപാടി അവിടെ വെച്ച് മുന്നോട്ട് പോയില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് നമ്മളെ സംവിധാനം ചോദിച്ചു ആരെങ്കിലും ഒരാള് എല്ലാ സന്നാഹങ്ങളും തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാടി അടുത്ത ബിൽഡിങ്ങിലേക്ക് പോയാൽ മതി തോന്നുന്നു. ആ സമയത്ത് ഒരു ചെറിയ പയ്യൻ, വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ കൊച്ചു പയ്യൻ ബാക്കിൽ നിന്ന് കൈ പൊക്കിയിട്ട് പറഞ്ഞു ഞാൻ ചാടാൻ റെഡിയാണെന്ന് പറഞ്ഞു. എല്ലാരും ഇവിടെ നോക്കി ആറാപ്പോ ഇവൻ. ബ്രൂസിലിക്ക് ധൈര്യം ഇല്ലാത്ത സമയത്താണ് വേറൊരു കൊച്ചു പയ്യൻ കയറി ചാടുന്നത്. ആക്ഷൻ പറഞ്ഞു, ബ്രൂസിലി അടിച്ചു, ഭയങ്കര ഫൈറ്റിംഗ് നടന്നു, ബ്രൂസിലി ഓടി വന്നു. ഈ സമയത്ത് ആ ചെക്കന്റെ ബാക്കിൽ നിന്ന് കെട്ടിയിട്ട് നേരെ 63 നില ചാടി കയറിയിട്ട് ആ പടം വളരെ ഹിറ്റായി. അതിനുശേഷം ആളുകളോട് ചോദിച്ചു ഏതാണ് ആ പയ്യൻ എന്ന് ചോദിച്ചു. ആ പയ്യന്റെ ഇന്നത്തെ പേരാണ് ജാക്കി ചാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അതായത് ആ ഒരു അവസരത്തിൽ ഒരു ചെറുപ്പക്കാരൻ എടുത്ത തീരുമാനമാണ് പിന്നെ ഏഷ്യ കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ പറഞ്ഞത് ആ ഒരു മൊമെന്റിലാണ്. That's why I am telling you, luck is nothing but opportunity capitalized. ഒരു അവസരം നമ്മുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത് അതിനെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്കാണ് ജീവിത വിജയം ഉണ്ടാവുന്നത്. അല്ലാതെ ഇവിടെ ഒരു മാജിക്കും ഇല്ല. ഇതൊരു പ്യുവർ ബിസിനസ്സാണ്, ഇതൊരു പക്കാ ബിസിനസ്സാണ്. നിങ്ങൾ ആദ്യമായി വന്ന ആളുകൾ അർജുൻ ഈ ഒരു പ്രസന്റേഷൻ നടക്കുന്ന സമയത്തും അതല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു സ്യൂട്ടലായിട്ട് വന്ന് ഒരു പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യുമ്പോൾ ആളുകൾ ചിന്തിക്കും ഇത് വേറൊരു ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്. നോ, മാർക്കറ്റിൽ എന്ത് ട്രഡീഷണൽ ബിസിനസ് ആണ് നടക്കുന്നത് അതുപോലത്തെ ഒരു ബിസിനസ്. ഇപ്പൊ ഞാൻ നിലമ്പൂരിലാണ്, നിലമ്പൂരിന്റെ അടുത്ത് ഇടയ്ക്കരയാണ് എന്റെ ജനിച്ചതും വളർന്നതുമില്ല. ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലാണ്. എന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഈ ലോകത്ത് ഏറ്റവും എന്റെ വിശ്വാസപ്രകാരം ഞാൻ വളർന്നപ്പോ ഏറ്റവും നല്ല ഹിജാറത്ത് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്നതാണെന്നാണ്. ലോകത്തെ ഏറ്റവും പുണ്യമായ കാര്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാരൻ. രണ്ടാമതാണ് അഗ്രികൾച്ചർ, ആദ്യത്തെ ബിസിനസ്സാണ്. അങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ ഏതിലേക്ക് പോകുന്നുള്ളൂ? അഗ്രികൾച്ചർ പോകുന്നുള്ളൂ. ഈ ബിസിനസ്സിൽ ഏറ്റവും സത്യസന്ധമായ ഒരു കാര്യം എന്താ വേണ്ടത്? ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും സത്യസന്ധമായ കാര്യം കൊടുത്ത കാശ് നമുക്ക് മുതലാണ്. ഈ ബിസിനസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ആദ്യമായി വന്ന ആളുകൾ, ഇവിടെ നഷ്ടസാധ്യത ഒന്നുമില്ല. ഞാൻ ഇത് എനിക്ക് ശേഷം ഇനി ഒരാൾ ഇവിടെ വന്ന് സംസാരിക്കാനില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം എടുത്ത് പറയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ കൊടുത്ത കാശിന് തത്തുല്യമായ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ആദ്യം എന്താ വേണ്ടത്? മുടക്ക് മുതൽ തിരിച്ചു കിട്ടണം. അതിനിവിടെ കൊടുത്ത കാശിന് തത്തുല്യമായ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു. രണ്ടാമത് ഈ കമ്പനി എന്താ പറയുന്നത്? ലോകത്തെല്ലാ മനുഷ്യന്മാരും ചെയ്യുന്ന സെയിം പരിപാടി. ഹോൾസെയിലിൽ പ്രോഡക്റ്റ് മേടിക്കുക, റീറ്റെയിലിൽ വിൽക്കുക.
ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും തന്നെ ചെയ്യുന്നു, എല്ലാ കമ്പനിയും ഇത് തന്നെ ചെയ്യുന്നു. കേരളത്തിലും കോഴിക്കോടിലും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തും എല്ലാ കമ്പനികളും എന്താ ചെയ്യുന്നു? ഹോൾസെയിലായിട്ട് മേടിക്കും, റീറ്റെയിലായിട്ട് വിൽക്കാം. ഇവിടെ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് കമ്പനി നിങ്ങൾക്ക് ഇൻഡസ്ട്രി പ്രോഡക്റ്റ് തരും, നിങ്ങൾക്ക് അതിനെ റീറ്റെയിലായിട്ട് വിൽക്കാം, ഡെയിലി വരുമാനം ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താ? നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ട് ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഓൾ ഇന്ത്യയിൽ. എത്രത്തോളം ഫ്രാഞ്ചൈസി നിങ്ങളുടെ ടീമിലേക്ക് വരുന്നു, ആഴ്ചയിൽ 250 രൂപ മുതൽ 2,50,000 വരെ ആഴ്ചയിൽ വരുമാനം മേടിക്കാൻ ഇവിടെ നിങ്ങളുടെ ഫ്രാഞ്ചൈസിയിലൂടെ സാധിക്കും. എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ അജ്ഫാന്റെ കുട്ടിക്ക് എന്താ ചെയ്യുന്നത്? 200 ഫ്രാഞ്ചൈസി പുള്ളിക്കാരനുണ്ട്, അതുകൊണ്ട് പുള്ളിക്കാരന് ഹ്യൂജ് ആയിട്ടുള്ള വരുമാനമുണ്ട്. സാധാരണ ഒരൊറ്റ ഷോപ്പുള്ള ഒരു കാരക്കെല്ലാം വിൽക്കുന്ന ഒരു കടയിൽ അത്രയും ബിസിനസ് നടക്കുമോ? അത് ഗെറ്റ് മൈ പോയിന്റ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്താ ആകെ സൈലന്റ് ആയിരിക്കുന്നത്? ശരിയല്ലേ? വേണ്ട, ഇവിടെ ഇലക്ട്രോണിക്സ് കട നടത്തുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ എടുത്തു നോക്കൂ, ഒരു 200 ഷോറൂം ഒക്കെ ഉള്ള ഗ്രൂപ്പിനെ നിങ്ങൾ എടുക്കൂ, അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവും. ഒരു ഷോപ്പ് നടത്തുന്ന ആൾക്ക് അത്രയും വരുമാനം ഉണ്ടാവുള്ളൂ. സെയിം ഇവിടെ 250 രൂപ മുതൽ 2,50,000 രൂപ വരുമാനം വരുന്ന ആളുകളെ നിങ്ങൾ ഈ സ്റ്റേജിൽ കണ്ടു. അത് നമ്മുടെ അധ്വാനത്തിനനുസരിച്ചാണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഹാർഡ് വർക്ക്, യുവർ എഫേർട്ട്. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ 250 രൂപ കിട്ടും, 2,500 കിട്ടും, 25,000 രൂപ ആഴ്ചയിൽ വരുമാനം മേടിക്കാം. 1 ലക്ഷം രൂപ വരുമാനം മേടിക്കുന്നവരെ നിങ്ങൾ കണ്ടു, 2,50,000 രൂപ വരുമാനം മേടിക്കുന്നവരില്ല. അപ്പൊ ഇവിടെ 3 കാര്യമുള്ളൂ. 1, മുടക്ക് മുതൽ തിരിച്ചു കിട്ടുന്നുണ്ട്. 2, ഹോൾസെയിലായിട്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും, റീറ്റെയിൽ ആയിട്ട് വിൽക്കാൻ പറ്റും. 3, നിങ്ങളുടെ ഫ്രാഞ്ചൈസിയിലൂടെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. ആ എക്സ്പാൻഡ് ചെയ്യും പോലെയും അർജുൻ കെ വസന്തിനെ പോലെയും മണികണ്ഠനെ പോലെയും ഇവിടെ നിങ്ങളുടെ ഫ്രാഞ്ചൈസിയിലൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരും. ദാറ്റ്സ് ഓൾ. ഞാനത് ഓൾ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും നല്ല മനോഹരമായ ഒരു ബിസിനസ് ആയിട്ട് പോലും നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ ബാക്കിലുള്ള പല ചെറുപ്പക്കാരെ ഞാൻ നോക്കി, അവർക്ക് ഒരു 2.5 മണിക്കൂർ പേഷ്യൻസോട് കൂടിയിട്ട് ഈ ബിസിനസിനെ കാണാനും കേൾക്കാനും പറ്റുന്നില്ല. കുറച്ച് ആളുകളൊക്കെ അറിയും, പക്ഷെ അപ്പോഴേക്കും കയറി വന്ന് ഹോളെല്ലാം സ്റ്റാൻഡിംഗ് ഗ്രൗണ്ടിൽ ഇരിക്കുന്നു, അവർക്ക് ചേരില്ല. പക്ഷെ ഈ പോകുന്ന ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പോകുന്ന ആളുകളുടെ മനോബലം അല്ലെങ്കിൽ മനോഭാവം എനിക്ക് അറിയാം. അതായത് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്തിട്ടാണ് മനുഷ്യരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഇങ്ങനത്തെ ബിസിനസ് കണ്ടിട്ടുണ്ട്, ഇതിന് മുന്നേ പല കമ്പനികളും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സ്മോൾ സ്കെയിൽ കളിക്കുന്ന ബിസിനസ് ആണ്. ഇങ്ങനെ നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രോബ്ലം. മനസ്സ് തുറന്നിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പർച്യൂണിറ്റി വലുതാണ്. ഇപ്പൊ ഈ പ്രവചനത്തിന്റെ ഒരു കഥ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, നമ്മൾ സ്കൂളിൽ പഠിച്ചൊരു കഥ ഓർക്കില്ല നിങ്ങൾക്ക്? സ്കൂളിൽ ഒരു കഥ ഉണ്ടല്ലോ, ഒരു എന്താ മരം വെട്ടുകാരൻ ഒരു മഴുവെടുത്തിട്ട് മരം വെട്ടാൻ പോയ സമയത്ത് ഇയാൾ ഇങ്ങനെ മഴ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തടാകത്തിന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ മഴ താഴേക്ക് വീണു, കുളത്തിലേക്ക് വീണു, വെള്ളത്തിലേക്ക് വീണു. പഠിച്ചിട്ടില്ലേ? വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ജലദേവത പുറത്തേക്ക് വന്നത്. ജലദേവത വന്നിട്ട് വെച്ചു, എന്താ പോലെ കരയുന്നത്, എന്താ പ്രശ്നം എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ മഴ വെള്ളത്തിൽ പോയി, ഇതെടുത്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ജലദേവത നേരെ വെള്ളത്തിലേക്ക് മുങ്ങിത്തപ്പി ആദ്യം തന്നെ നല്ല സ്വർണത്തിന്റെ ഒരു മഴ എടുത്ത് കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. ഇതാണോ നിന്റെ മഴ എന്ന് വെച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ല, ഇതല്ല എന്റെ മഴ എന്ന് പറഞ്ഞു. ജലദേവത ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. ഈ ലോകത്ത് ഇത്രയും സത്യസന്ധരായ മനുഷ്യരുണ്ടോ? വീണ്ടും വെള്ളത്തിലേക്ക് കൂടിയിട്ട് പോയി. രണ്ടാമതൊരു സിൽവറിന്റെ ഒന്ന് എടുത്തുകൊണ്ടുവന്നു. ഇതാണോ നിന്റെ മഴ എന്ന് വെച്ചു. അതും എന്റെ മഴകളെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഭയങ്കര ഹാപ്പിയായി. കാരണം ലോകത്ത് സത്യസന്ധരായ മനുഷ്യന്മാർ ഇരിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. മൂന്നാമതൊന്നുകൂടി വെള്ളത്തിലേക്ക് പോയി. ഇതിനൊരു കോപ്പർ എടുത്തുകൊണ്ടുവന്നു. ഇതാണോ നിന്റെ മഴ എന്ന് വെച്ചു. ഇതുമല്ല എന്റെ മഴ എന്ന് പറഞ്ഞു. അന്നേരം ഇദ്ദേഹം ഭയങ്കര ഹാപ്പി. ലോകത്ത് ഇങ്ങനത്തെ ജനങ്ങൾ വളരണം എന്ന് വിചാരിച്ച് 4ാമത് വെള്ളത്തിലേക്ക് പോയി. 4ാമത്തെ ഒറിജിനൽ മഴ എടുത്ത് മേലേക്ക് കൊണ്ടുവന്നു. ഇതാണോ നിന്റെ മഴ എന്ന് വെച്ചു. അത് തന്നെയാണ് എന്റെ മഴ എന്ന്. ഇത് കേട്ടിട്ടില്ലേ നിങ്ങൾ? സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? അതിന്റെ 2ാം ഭാഗമുണ്ട്. അതാ ഞാൻ പറയാൻ പോകുന്നു. മനസ്സിലായോ? ഇത് കണ്ടപ്പോ ഇയാൾ ഭയങ്കര ഹാപ്പിയായി. ജലദേവത പറഞ്ഞു, ഇത് 4 നീ എടുത്തോ, കാരണം സത്യസന്ധർക്ക് ഒരു വിലയുണ്ട്, ലോയൽറ്റിക്കും സത്യസന്ധർക്കും ഒരു വിലയുണ്ട്, നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് കൊടുത്തു. ഇയാൾ പോയി ഈ ആദ്യത്തെ സ്വർണം വിറ്റു, പൈസ ഉണ്ടാക്കി, സിൽവർ വിറ്റു, വീടെല്ലാം വെച്ച് രാജാവായിട്ട് നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് ഭാര്യ എല്ലാ ദിവസവും ചോദിക്കും, നിങ്ങളെ കോടീശ്വരനാക്കി ആ വെള്ളം എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങളൊന്ന് കൊണ്ടുപോകോ. ഫൈനലി ഒരു ഞായറാഴ്ച രാവിലെ വെച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ശരി, ഞാൻ കോടീശ്വരനായി വെള്ളം കാണിച്ചു തരാം, പോകാമെന്ന് പറഞ്ഞു. പോയി
ഈ മഴ കിട്ടിയ ഏരിയയിൽ നിന്ന് വൈഫിനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലിലെത്തി വൈഫ് ഈ വെള്ളത്തിലേക്ക് പുള്ളിക്കാരൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതായത് ഭാര്യ വെള്ളത്തിൽ പോയി, ആകെ ഒരു മുതലാണ് പോയി. ഇവിടെ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ജലദേവത വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എന്താണ് അറിയുന്നതെന്ന് ചോദിച്ചു. ഒന്നുമല്ല, എന്റെ ഭാര്യ വെള്ളത്തിൽ പോയി, എനിക്ക് ഇനിയിപ്പോ ജീവിതത്തിൽ അവളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അതേ ആറ്റിട്ടുണ്ട്, ഒരൊറ്റ മുങ്ങലാണ് താഴേക്ക്. എന്നിട്ട് അതിസുന്ദരിയായ ഐശ്വര്യറായി പോലത്തെ ഒരു പെണ്ണിനെ പൊക്കിക്കൊണ്ടുവന്നു. ഇതാണോ നിന്റെ ഭാര്യ എന്ന് ചോദിച്ചു. അത് തന്നെയാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അതിന് ജലദേവതയ്ക്ക് ആഗ്രഹിച്ചു. എടാ, മനുഷ്യരൊക്കെ പൈസ ഉണ്ടാക്കിയ സ്വഭാവം മുഴുവൻ മാറി. പണ്ട് സത്യസന്ധനായിരുന്ന നീ ഇപ്പോ നിന്റെ ജീവിതം ഒന്ന് മെച്ചപ്പെട്ടപ്പോ നീ ഇതെല്ലാം മറന്നു എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എടുത്ത് ശപിക്കാൻ നിൽക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തൊലഞ്ഞെന്ന് പറയുമ്പോ പറഞ്ഞു ശപിക്കരുത്. എനിക്കറിയാം നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം. ആദ്യം കൊണ്ടുവന്നത് ഞാൻ എന്റേതല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും രണ്ടാമത് വെള്ളത്തിൽ പോകും. പിന്നെ വേറൊരു പെണ്ണിനെ കൊണ്ടുവരും. അപ്പൊ ഞാൻ പറയും അതും എന്റേതല്ലെന്ന് പറയും. പിന്നെ നിങ്ങൾ വെള്ളത്തിൽ പോകും. മൂന്നാമത്തെ ഒന്നിനെയും കൂടി കൊണ്ടുവരും. അപ്പൊ അതും ഞാൻ എന്റേതല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നാലാമത്തെ ഒറിജിനലിനെ പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവസാനം നിങ്ങൾ പറയും 4 നീ എടുത്തു എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലേക്ക് വരും. ഇവിടെ ഒന്നിനെ തന്നെ കൊണ്ടിടക്കാൻ ബുദ്ധിമുട്ടി നിൽക്കണം. അപ്പോഴാണ് 4 എണ്ണം. മനസ്സിലായോ? ഇത് ഓൾറെഡി എന്താണ്? ഓൾറെഡി മനുഷ്യന്റെ മനസ്സിൽ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നിങ്ങളെ ചിന്ത ഇങ്ങനെയായിരിക്കും. എയും ബിയും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അതല്ലെങ്കിൽ പണ്ട് കേരളത്തിൽ ഓടിയിരിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയൊക്കെ ഇങ്ങനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് ഈ ബിസിനസ്സിന്. നോ, ഓപ്പൺ യുവർ ഡോർ. നിങ്ങളുടെ മുന്നിൽ കയറിക്കുന്ന ഓരോ മനുഷ്യന്മാരും മികച്ചവരല്ല. അവരെല്ലാം ഈ ബിസിനസ്സിലൂടെ വന്ന് 1 വർഷം കൊണ്ടും 2 വർഷം കൊണ്ടും 3 വർഷം കൊണ്ടും അവരെ കഴിവ് അവർ നേടിയെടുത്ത് വിജയിച്ച മനുഷ്യന്മാരാണ്. ഏത് സാധാരണക്കാരനും ഈ ബിസിനസ്സിൽ അസാധാരണക്കാരനാകാമല്ലോ. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കയറി വരുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ചു. ഇന്ന് നിങ്ങൾ 600ാമത്തെ ആഴ്ചയിലായിരിക്കും. 600 ആഴ്ച കഴിഞ്ഞു. ഞാൻ ഈ ബിസിനസിന്റെ അവസരം കേൾക്കുന്ന സമയത്ത് എന്റെ മെന്റർ, ഈ കമ്പനിയുടെ സിഇഒ, അദ്ദേഹത്തിന് മനോഹരമായ കൈയടി നിങ്ങൾ കൊടുക്കണം. അഡ്വക്കേറ്റ് അഭിലാഷ് തോമസ്. ഞാൻ ഈ അവസരം കേൾക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്ന് ചിന്തിക്കൂ. എന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ ഈ അവസരം കേൾക്കുമ്പോൾ ഇൻഡസ്ട്രിക്ക് ഇത്രയധികം പ്രോഡക്ട്സ് ഇല്ല. ഞാൻ ഈ അവസരം കേൾക്കുമ്പോൾ ഐകോഫിക്ക് ഇത്രയും റിസൾട്ട് ഇല്ല. ഐകോഫി വന്നിട്ടില്ല. എല്ലാം ഒരു വൈറ്റ് പേപ്പറാണ് പറയുന്നത്. സാറ് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ നടക്കും, ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെയാവും, വരുന്ന 5 വർഷം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് കേരളത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബാൻഡാണ്, ചെയ്യാൻ പറ്റില്ല. 2016 നിയമം വരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 10,000 ആളുകളെ സാക്ഷി നിർത്തി ട്രിവാൻഡ്രത്ത് പറഞ്ഞത് ഇതൊരു ലീഗൽ ഇൻഡസ്ട്രിയാണ്, ഇതൊരു ലെജിറ്റിമേറ്റ് ബിസിനസ് ആണ്, കേരളത്തിന്റെ സാമ്പത്തിക ഘടന പോലും മാറ്റിമറിക്കാൻ കഴിവുള്ള അത്രയും വലിയ തരംഗമാകാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണെന്ന് കഴിഞ്ഞ ഫെബ്രുവരി പറഞ്ഞിട്ട് 1 കൊല്ലം തികഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാം അതിലെ 10 കൊല്ലം മുന്നേ കഷ്ടപ്പെട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഒരു മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കയ്യടിയൊന്നും കിട്ടുന്നില്ല. അന്ന് പുച്ഛമായിരുന്നു. ഈ ബിസിനസ് കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്റെ സുഹൃത്തിനോട് മുഴുവൻ പറഞ്ഞു ഇവരെല്ലാം ഞാൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി, ചെയ്യാൻ പറ്റുന്ന നാട്ടിൽ. ഇത് ഞാൻ കളവ് പറയല്ല. എന്റെ വൈഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്റെ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്റെ 2 മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്റെ അനിയനുണ്ട്, എന്റെ കുടുംബം മുഴുവൻ ഈ ബിസിനസ്സിലുണ്ട്. ഇതൊരു തമാശ കളിക്കുന്ന പ്രായമല്ല. ആ പ്രായം കഴിഞ്ഞു. വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. എന്റെ കൂട്ടുകാരുടെ പാരന്റ്സും ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്റെ കൂട്ടുകാരുടെ പാരന്റ്സും ഈ പ്രോഡക്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പൊ എത്ര അത്ഭുതകരമായ പ്രോഡക്ട്സും എത്ര വിശ്വാസത്തോടു കൂടിയിട്ടായിരുന്നു ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നോട് പറഞ്ഞ മനുഷ്യന്മാരെല്ലാം നോ ആണ് പറഞ്ഞത്. എന്റെ സന്തോഷം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ 600 ആഴ്ചയിൽ എന്റെ കഷ്ടപ്പാടിന് നിങ്ങൾ എനിക്ക് വരുമ്പോ തന്ന ആർപ്പുവിളിയും കയ്യടിയാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് സന്തോഷം. എന്നെ ലോകത്തിന്റെ എല്ലാ മൂലയിലുള്ള ആളുകൾ കൈയടിച്ച് സ്വീകരിച്ചിട്ടില്ലായിരുന്നു. കുറ്റം പറച്ചിലായിരുന്നു, കളിയാക്കലായിരുന്നു. അവൻ ലെഫ്റ്റ് റൈറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ പോയിരിക്കാന്ന് പറഞ്ഞായിരുന്നു. എന്നെ കാണുന്ന മനുഷ്യന്മാർ മുഴുവൻ പറഞ്ഞിരുന്നു അവന് ഉറക്കമില്ല, അവനങ്ങനെ നടക്കുകയാണ്, ഭാര്യയും നാട്ടിലാണ്, കുഞ്ഞുങ്ങളും നാട്ടിലാണ്, അവന് ഉറക്കമില്ല, രാത്രി ഉറങ്ങാതെ നടക്കുന്ന ഈ പരിപാടി, ഈ ബിസിനസ് തലേ കയറി ഭ്രാന്താണെന്ന് പറയും. ഇപ്പൊ ഞാൻ എന്റെ നാട്ടിലേക്കോ എന്റെ കൂട്ടുകാരുടെ ഇടയിലേക്കോ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് ഉറക്കണം. കാരണം സുജി വന്നു, സുജി ഏത് വണ്ടിയിൽ വരും, കഴിഞ്ഞ പോലെ സുജിക്ക് പുതിയ ലെക്സസ് വന്നു,
അതിന് മുന്നത്തെ വർഷം വേറൊരു വണ്ടി വന്നു. ഒരു വണ്ടി ആഗ്രഹിച്ചു വന്നത് ഇപ്പൊ ഇത്ര കാറുണ്ട്. ഇപ്പൊ അവരാരും പറയുന്നില്ല, അവരാരും പറയുന്നില്ല. ഒരു വീട് ആഗ്രഹിച്ചു വന്നത് ഇപ്പൊ ഇത്രയായി. ഇപ്പൊ അവർക്ക് ഉറപ്പുമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ ഇന്നാ സംഭവിക്കുന്നത്, ഇന്നാണ് സംഭവിക്കുന്നത്. പക്ഷെ അന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഈ ബിസിനസ് ശക്തമായി ചെയ്തു. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ കൊണ്ടുവന്ന മനുഷ്യന്മാരെ കയ്യിൽ നിന്ന് പിടിച്ചാൽ മതി. ഞാൻ നിങ്ങളെ പറയുന്നത് ഒരാളെ പോലീസിലാക്കാൻ വേണ്ടിയിട്ടല്ല വിളിക്കുന്നത്. നിങ്ങൾ കൊടുത്ത കാശിന് തത്തുല്യമായ പ്രോഡക്ട്സ് കിട്ടും. പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന മനുഷ്യരാണ്. കാസർഗോഡിൽ നിന്നും ട്രിവാൻഡ്രത്തിൽ നിന്നും നിങ്ങളെ ഇത്രയും ദൂരം കൊണ്ടുവരാൻ ഇവർക്ക് കേരളത്തിൽ വേറെ മനുഷ്യന്മാരും ഇല്ലേ? അപ്പൊ അവർക്ക് നിങ്ങളൊന്ന് കൈ കൊടുത്താൽ, ഈ ബിസിനസ് അങ്ങനെയാണ്, ഒന്ന് കൈ കൊടുത്താൽ അവർ കൈപിടിക്കാൻ റെഡിയാണ്. ഒരു ബിസിനസിന് ശരിക്കുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റീഫൻ ആർ കോവേ പറയുന്ന ഒരു കാര്യമുണ്ട്, വിൻ വിൻ ഓർ നോ ഡീൽ. നിങ്ങളും വിജയിക്കണം, നമ്മളും വിജയിക്കണം. അല്ലെങ്കിൽ നോ ബിസിനസ്. നിങ്ങളെ വെറുതെ വിജയിപ്പിച്ച് തരുമെന്നാണ് പറയുന്നത്. അതിനാണ് പറയുന്നത് നിങ്ങൾ വിജയിച്ചാൽ അവർക്കും ബെനിഫിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 5% 250 രൂപ വെച്ച് അവർക്കും കിട്ടും. സ്വാഭാവികമായിട്ട് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഒരു ശത്രുവാണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യും. എന്റെ 9 ലക്ഷത്തിൽ ഒരു ശത്രു വന്നാൽ പോലും ഞാൻ അവരുടെ ബ്രാൻഡ് ഡയമണ്ട് അടുപ്പിക്കും. കാരണം അവർ വിജയിക്കും, ഞാൻ വിജയിക്കും. ട്രഡീഷണൽ ബിസിനസ്സിലെല്ലാം നമ്മൾ ശത്രു വന്നു കഴിഞ്ഞാൽ ആദ്യം അവരുടെ തീർത്തിട്ട് നമ്മൾ ഇനാഗ്രേഷൻ നടത്തും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും വിജയിക്കണം. വിൻ വിൻ ഓർ നോ ഡീൽ. ശരിക്കും മുറുകെ പിടിക്കുക. അതായത് ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യം, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് ഈ ഹോളിൽ കൊണ്ടുവന്ന മനുഷ്യന്റെ കൈയൊന്ന് മുറുകെ പിടിച്ച് ഒരു 3 മുതൽ 5 വർഷം വരെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുവാണെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾ ഒരു ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ എന്ന് പറയുന്നത് ഗ്യാരണ്ടിയാണ്. വലിയ സ്വപ്നങ്ങളുള്ള, ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുള്ള ഒരുത്തന്റെ കൈ പിടിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാതെ വേറെ വഴിയില്ല. ഓപ്രകാശം വിജയിക്കാതെ വേറെ വഴിയൊന്നുമില്ല. അർജുൻ കെ വസന്തിന് വിജയിക്കാതെ വേറെ വഴിയില്ല. മണികണ്ഠന് വിജയിക്കാതെ വേറെ വഴിയില്ല. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ വലിയ ചിന്തകളോട് കൂടിയിട്ട്, വലിയ സ്വപ്നങ്ങളോട് കൂടിയിട്ട് എല്ലാ ദിവസവും പണിയെടുക്കുന്നതാണ്. വലിച്ചുകൊണ്ട് പോകും. നിങ്ങളെ കൊണ്ടുവന്ന മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ 1500 പേരെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കൂട്ടമായ പ്രാർത്ഥനയ്ക്കും കൂട്ടമായ പ്രവർത്തിക്കും വലിയ റിസൾട്ട് കിട്ടും. ഈ ഹോളിന്റെ ഉള്ളിൽ ഓരോ നിമിഷവും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് കയറുമ്പോൾ കൂട്ടമായ പ്രാർത്ഥനയ്ക്കും കൂട്ടമായ പ്രവർത്തനത്തിനും വലിയ റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയുടെ ആദ്യത്തെ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്നത് ഞാൻ അടിച്ചത്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എന്നെക്കാട്ടിലും മികച്ചവർ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടല്ല, എന്നെക്കാട്ടിലും മികച്ചവർ തമിഴ്നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടല്ല, ആന്ധ്ര തെലങ്കാനയിൽ എന്നെക്കാട്ടിലും മികച്ചവരില്ലാതിട്ടല്ല, കേരളത്തിൽ എന്നെക്കാട്ടിലും മികച്ച മനുഷ്യന്മാർ ഇല്ലാത്തത് കൊണ്ടല്ല. ഞങ്ങളെ കൂട്ടമായ പ്രവർത്തനമാണ് ഞാനും എന്റെ ടീമിന്റെ. ഞാൻ വിശ്വസിക്കുന്ന ഒരു വലിയ ചിന്തയുള്ള ഒരു മനുഷ്യന്റെ കൈ നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ വിജയിക്കേണ്ടത് വേറെ വഴിയില്ല. ഒരു വലിയ വെള്ളപ്പാച്ചിൽ വന്നപ്പോ, മലവെള്ളപ്പാച്ചിൽ വരുന്ന സമയത്ത് ഒരു അച്ഛനും മോളും കൂടി വെള്ളത്തിൽ പോയി. പോകുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, മോളെ എന്റെ കൈ പിടിച്ചോടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് കാരണം വെള്ളം ഒലിച്ചോണ്ട് വരണം, എന്റെ കൈ പിടിച്ചോടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മോള് തിരിച്ചു പറഞ്ഞതാണ്, അച്ഛന്റെ കൈ ഞാൻ പിടിക്കണ്ട, എന്റെ കൈ അച്ഛൻ പിടിച്ചാൽ മതി. കാരണം ഞാൻ അച്ഛന്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വലിയൊരു വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒഴുകി പോകും. പക്ഷെ ഒരു അച്ഛൻ മകളെ കൈ പിടിച്ചു കഴിഞ്ഞാൽ ജീവൻ പോയാലും ആ കൈ വിടില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അങ്ങനെ നിങ്ങളെ കൈ പിടിക്കാനൊരു അത്രയും ഈ ഹോളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ വരുന്ന 3 വർഷം കൊണ്ട് ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ അടിക്കാനത് നിങ്ങൾക്ക് വേറെ വഴിയില്ല. സിമ്പിൾ. കാരണം ഇവിടെ ഞങ്ങളൊന്നുമില്ല ഹീറോ. ഇവിടെ സ്റ്റേജിൽ വന്ന് സംസാരിച്ച മനുഷ്യന്മാർ ആരുമല്ല ഹീറോസ്. ഇവിടുത്തെ ഹീറോ എന്ന് പറയുന്നത് ഐപൾസും ഐകോഫിയും ഐകെയറും ഐഗ്ലോയും ഐസിയും ലോകത്ത് എവിടെയും കിട്ടാത്ത പ്രോഡക്ട്സ്, പേറ്റന്റഡായ പ്രോഡക്ട്സ്. എന്റെ അമ്മയ്ക്ക് 10 വർഷമായിട്ട് ഞാൻ കൊടുക്കുന്ന പ്രോഡക്ട്സ്, എന്റെ കൂട്ടുകാരുടെ പാരന്റ്സിന് 10 വർഷമായിട്ട് കൊടുക്കുന്ന പ്രോഡക്ട്സ്, എന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്ന പ്രോഡക്ട്സ്, എന്റെ മക്കൾ കഴിക്കുന്ന പ്രോഡക്ട്സ്, എന്റെ കൂട്ടുകാരെ 3.5 വയസ്സുള്ള കുട്ടികൾ പോലും കഴിക്കുന്ന പ്രോഡക്ട്സ്. ഇവിടെ നമുക്ക് കച്ചവടം ചെയ്യാവുന്നതല്ല, ഇതൊരു ജീവിതമാണ്. മനസ്സിലാക്കണം നിങ്ങൾ ഈ ഹോളിന്റെ ഉള്ളിൽ. ഞാൻ പിന്നെയും പറയുന്നു, അത് പ്രധാന വാർത്തകൾ കേട്ടു. ഇവിടെ നഷ്ടങ്ങളൊന്നുമില്ല, ഒരു നഷ്ടമില്ല. കൊടുത്ത രാഷ്ട്രീയ തത്തുല്യമായ പ്രോഡക്ട്സ് ചെയ്യാൻ മനോബലമുണ്ടോ? ഓട്ടോമാറ്റിക് മനോബലം ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ വിജയിക്കുക എന്നുള്ളത് എന്റെ ഒരു വാശിയായിരുന്നു.
ജീവിതത്തിൽ ഞാൻ എപ്പോഴും മനുഷ്യന്മാരോട് പറയും, ഒരാവശ്യം ഉണ്ടാവണം, ഒരു ആവേശം ഉണ്ടാവണം, ഒരു വാശി ഉണ്ടാവണം. ഞങ്ങൾ ആദ്യമായിട്ട് ഈ കമ്പനിയുടെ ആദ്യത്തെ ലോഞ്ചിങ് പ്രോഗ്രാമിന് ഞങ്ങൾ പോയി. ആദ്യത്തെ പ്രോഗ്രാം ബാംഗ്ലൂരിലാണ് നടക്കുന്നത്. ഇൻഡസ്ട്രി 120 ആളുകളൊക്കെ വിളിച്ചു ആ പ്രോഗ്രാമിൽ. 120 ഞങ്ങൾ ഷെറാട്ടണിൽ പോയി. ഞാനും ഓംപ്രകാശും മണികണ്ഠനും മാർച്ചനും നമ്മുടെ മനോജ് സാറും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി പോയി. അവിടെ ചെന്ന് ഇതിന്റെ പ്രസന്റേഷൻ എല്ലാം പറഞ്ഞു ചെയർമാൻ. അതിനുശേഷം ചെയർമാൻ ചോദിച്ചു, ഇൻഡസ്ട്രിയുടെ ആദ്യത്തെ ബ്രാൻഡ് ആരായിരിക്കും ചോദിച്ചു. എല്ലാവരും ബോംബെക്ക് നോക്കി, കൽക്കട്ടയ്ക്ക് നോക്കി, ഗോഹട്ടിക്ക് നോക്കി, ബാംഗ്ലൂർക്ക് നോക്കി. ഇവരാരും നമ്മളെ കേരളത്തിലേക്ക് നോക്കുന്നില്ല. അപ്പൊ മലയാളിയുടെ ഈഗോ ശരിക്കും അറിയാത്തോണ്ട് അവർക്ക് ഒറ്റ നോക്കാറുണ്ട്. ആ കാര്യം പറയാം, ഒരൊറ്റ നോക്കുന്നില്ല. ഞാൻ ചോദിച്ചു ഓംപ്രകാശത്തെ നമ്മളിത് കണ്ടിട്ട് ഒരാൾ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞു, സുജിഭായി നമുക്കൊരു ട്രാക്ക് റെക്കോർഡ് ഇല്ലല്ലോ, നമ്മൾ ഇതിനെ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ആളുകളല്ല, ഇൻഡസ്ട്രി എക്സ്പെർട്ടുകളല്ല, പിന്നെന്ത് ചെയ്യും? ഞാൻ പറയുന്നത് മലയാളിയുടെ ഈഗോ തന്നെയാണെന്ന് വിചാരിക്കാം. വാശിയായിരുന്നു. പിറ്റേ ദിവസം ഇറങ്ങി വീട്ടിൽ വന്ന് വൈഫിനോട് ചോദിച്ചു, 35 വർഷം ദുബായി പോയിട്ട് ഞാൻ നിൽക്കണോ അതോ 3 വർഷം തമിഴ്നാട്ടിൽ പോകണമെന്ന് ചോദിച്ചു. 3 വർഷം പോയി തിരിച്ചു വരുന്നതാണ് എനിക്ക് താല്പര്യം. അന്ന് ബാഗ് എടുത്ത് പോയി. ഞാൻ ഒറ്റയ്ക്കല്ല പോയി, എന്റെ അമ്മയെ കൊണ്ടുപോയി. വിജയിക്കാത്ത കാലത്ത് മകനെ കൊണ്ടുപോയി. 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ പാച്ച് തമിഴ്നാട്ടിൽ ചേർത്തി. 1 വയസ്സിൽ എന്റെ 2ാമത്തെ മകനെ പിടിച്ചുകൊണ്ടുപോയി. എന്റെ അനിയൻ ഡിഗ്രി വേണ്ടി അവനെ പറിച്ചുകൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഇനി ജയിച്ചിട്ടേ തിരിച്ചു വരൂ നാട്ടിലേക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം 2000 വിജയിച്ചിട്ടല്ല പോയത്. നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പൊ പോയിരുന്നില്ലത്. ഈ ബിസിനസ്സിൽ 1000 രൂപ വരുമാനം മേടിക്കുന്നതിന് മുന്നേ ചങ്കൂറ്റത്തോടെ പറഞ്ഞത് ബ്ലാക്ക് ഡയമണ്ട് അടിക്കുന്നു. അന്ന് 2017 അടിച്ചിട്ടാണ് തിരിച്ചു നാട്ടിലേക്ക് വരുന്നത്. ഇറ്റ്സ് പോസിബിൾ. ഇത് നിങ്ങളെ കൊണ്ടും സാധിക്കും. വാശി ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പല ആളുകൾ ഈ സ്റ്റേജിലേക്ക് വന്ന 2 പേരാ പറഞ്ഞ് മെർസിഡീസ് ബെൻസ് ഉണ്ട്, അല്ലെങ്കിൽ BMW ഉണ്ട്. വേറെ ആരെന്താ പറയാത്തത്? നമുക്കിതൊന്നും വാങ്ങാനുള്ളതല്ലേ. എനിക്ക് വാശിയുണ്ടായിരുന്നു, ഇനിയും വാശിയുണ്ട്. ഞാൻ ഈ കേരളത്തിലെ ഇവിടെ നിങ്ങൾ കളമശ്ശേരി പോകുന്ന സമയത്ത് നിങ്ങളുടെ റൈറ്റ് സൈഡ് കാണാൻ പറ്റും എക്സസിന്റെ ഷോറൂം. അതിന്റെ ഉള്ളിലേക്ക് കയറാൻ ഒരു സാധാരണക്കാരൻ ഭയക്കുകയാണ്. 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഈ കമ്പനിയിൽ വന്ന് ഞാൻ അവിടെ പോയി ഇത് കണ്ടു. ഇതാരൊക്കെ വാങ്ങുന്നത് ചോദിച്ചു. കാരണം അത് വാങ്ങുന്ന ആളുകളെല്ലാം പണം ഇങ്ങനെ ചുമരിൽ അവർ ഒട്ടിച്ചു. ഞാൻ നോക്കുന്ന സമയത്ത് കമലഹാസന്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്നത്, സഞ്ജു സാംസന്റെ ഫോട്ടോ അവിടെയുണ്ട്, നമ്മുടെ ആക്ടർ ജയസൂര്യയുടെ ഫോട്ടോ അവിടെ ഉണ്ട്. ഇങ്ങനെ പ്രശസ്തമായ ആളുകളുടെ ഒക്കെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുകയാണ്. എനിക്കത് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. എന്റെ ഫോട്ടോയും അവിടെ വന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാനെന്ന് പറഞ്ഞപ്പോ ആളുകളെല്ലാം ചിരിക്കാൻ തുടങ്ങി. സുജിഭായി അതെല്ലാം നടക്കുമോ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനത് ഉറങ്ങിയിട്ടില്ല. സത്യമായിട്ട് ഇപ്പോഴും ആവാശം നടക്കണം. അവസാനം 2 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അവിടേക്ക് ആ ഡെലിവറി എടുക്കാൻ എന്റെ അമ്മയെ കൈപിടിച്ച് എന്റെ വൈഫിനെ കുട്ടികളുമായിട്ട് പോകുമ്പോ MA യൂസഫ് അതിന്റെ തൊട്ടുപുറത്തുണ്ട് സുജിഭായിയുടെ ഫോട്ടോ കിടക്കാം. ഞാൻ ചോദിച്ചു, നീ എന്താണ് ഈ മനുഷ്യന്റെ എപ്പുറത്ത് കൊണ്ടെന്ന് വെച്ചിരിക്കുന്നത്? അല്ല, അയാളൊരു മഹാനായ വ്യക്തിയാണ്. പക്ഷെ നിങ്ങളെ കണ്ടപ്പോ എനിക്ക് തോന്നി, ഇനി കേരളത്തിൽ ഭാവിയിൽ 5 കൊല്ലം കൊണ്ട് നിങ്ങളും ആ റേഞ്ചിലേക്ക് വരുമെന്ന് തോന്നി. അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. നാം കൊല്ലാമത്തെ ഞാൻ പറയുന്നത് ഇത് വാശിയാണ്, വെറുതെ എടുത്തില്ല, വാശിയാണ്. ഇപ്പൊ ഞാൻ കാർ മേടിക്കാനും വീട് മേടിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. എന്റെ കൂട്ടുകാർ ഒത്തിരി പേരുണ്ട്. നിങ്ങളില്ല ബാക്കിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഭാവിയുടെ വാഗ്ദാനങ്ങൾ. ഇവർക്ക് വീട് വെക്കണം, ഇവർക്ക് കാർ വാങ്ങണം, ഇവർക്ക് ജീവിക്കണം. 15,000 20,000 രൂപ കൊണ്ടൊന്നും ജീവിതത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. മനസ്സിലാക്കണം മൈ ഡിഫറൻസ്. ഞാനിത് വെറുതെ വന്ന് സ്റ്റേജിൽ എന്ന് പറയില്ല. ഞാൻ ഈ ബിസിനസ് തുടങ്ങി വയനാട്ടിൽ എനിക്ക് ഡയമണ്ട് വന്നു, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ എനിക്ക് ഡയമണ്ട് വന്നു, എനിക്ക് മലപ്പുറം ജില്ലയിൽ ഡയമണ്ട് വന്നു, കൊച്ചിയിൽ എനിക്ക് ഡയമണ്ട് വന്നു, 4 എണ്ണം. ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. വരുന്ന 2 വർഷം കഴിഞ്ഞ് ബൈ 2027 കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റിൽ ഡയമണ്ടിന്റെ പ്രതീക്ഷ ചെയ്തിരിക്കും. അതും വാശിയാണ്. അതിനുശേഷം നിങ്ങൾ ബൈ 2030 വരുന്ന 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇൻഡസ്ട്രിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മുക്കുമൂലയിൽ 1 കോടി രൂപ വരുമാനം മേടിച്ചവരുണ്ടാവും. അതിന്റെ പ്രോമിസാണ്. ഏതൊരു വാദനായ മാറില്ല. അതിനു വേണ്ടിയിട്ടാണ് പഠിക്കാനിരിക്കുന്നത്. സോ ടേക്ക് എ റൈറ്റ് ഡിസിഷൻ മൈ ഡിയർ ഫ്രണ്ട്സ്. ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. കാരണം ഇത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ബിസിനസ് അല്ല.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആരും ഈ ബിസിനസ് ചെയ്യാത്ത കാലത്ത് ഞങ്ങൾ എല്ലാവരും ഇതിൽ ഡയമണ്ട് അടിച്ച ആളുകളാണ്. നമ്മളല്ലെങ്കിൽ വേറെ ആളുകൾ ചെയ്യും. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, നല്ല കഴിവുള്ള, നല്ല ചെറുചെറുക്കുള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല ചിന്തയുള്ള ചെറുപ്പക്കാരൻ മുഴുവൻ എങ്ങോട്ടാ പോകുന്നത്? അവൻ കാനഡയിൽ പോകുന്നു, ആ തണുപ്പത്ത് പണിയെടുക്കാൻ. അവൻ US പോകുന്നു, UK പോകുന്നു. ഇവിടെ രാംമോഹൻ സാറ് സ്റ്റേജിൽ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞാണ്, കണ്ണുണ്ടായ പോരാ കാണണം, മനസ്സുണ്ടായ പോരാ മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ ഒരു മാസം കിട്ടുന്ന GST എമൗണ്ട് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കണം എത്ര ഉണ്ടെന്നുള്ളത്. ഒരു കാനഡക്കാരന്റെ 3 മാസത്തെ വരുമാനമാണ് GST കൊടുക്കുന്നത്. കേരള ഗവൺമെന്റിന് ബെനിഫിറ്റ് ഉണ്ട് നമ്മളെ കൊണ്ട്. ഈ നാടിന് ഗുണമുണ്ടപ്പ. ഹലോ, തീരുമാനമെടുക്കാൻ പറ്റുന്ന ഏത് വ്യക്തിക്കും ഈ ബിസിനസ്സിൽ പറന്നു കയറാം. കാരണം ഇതൊരു വലിയ ഡീലല്ല, വലിയൊരു ബിസിനസ് അല്ല. ഞാൻ പറയുന്നത് സാധാരണക്കാരൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ബിസിനസ്സിൽ സ്റ്റാർ റാങ്ക് അടിച്ച് 6000 രൂപ വരുമാനം കിട്ടിയ ആരെങ്കിലും ഈ ഹോളിലുണ്ടോ? ഒരു സ്റ്റാർ റാങ്കിൽ ഇരിക്കുന്ന ഒന്നിങ്ങനെ വേണേ സ്റ്റേജിലേക്ക് വരും, ഒരു നല്ല കൈഡി കൊടുക്കും. ഈ ബിസിനസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കോടീശ്വരനാവാൻ ഇത്രയും പണിയുള്ളൂ. ഇവർ ഇവർ സ്റ്റാർ റാങ്കിൽ ഇരിക്കുന്നതാണ്. പേരെന്താ? അനിത എന്ന് പറയുന്ന ഇവര് സ്റ്റാർ റാങ്കിൽ ഇരിക്കുന്നതാണ്. ഇതാണ്, അതായത് 6000 രൂപ വരുമാനം കിട്ടിയ ഒരാളാണ്. ഇനി ഇതിന്റെ തൊട്ട് താഴെയുള്ള അടുത്ത റാങ്ക് എന്ന് പറയുന്നത് സ്റ്റാർ 250 ആണ്. സ്റ്റാർ 250 റാങ്കിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഈ സ്റ്റേജിലേക്ക് ഒന്ന് വരും. ഓടി വരണേ, നമുക്ക് സമയമില്ല. വരും. പെൺമണികളാണെന്ന് മൊത്തം സ്റ്റേജ് കൈയടക്കുന്നത്. അമൃത സ്റ്റാർ 250 റാങ്കിൽ ഇരിക്കുന്ന ആളാണ്. രണ്ടാമത്തെ റാങ്ക്. ടോട്ടൽ 40,000 രൂപ വരുമാനം ടോട്ടൽ മേടിച്ചു. നിങ്ങൾ 6,500 രൂപ സ്റ്റാർ റാങ്കിൽ സ്റ്റാർ 250. ഇനി സ്റ്റാർ 500 ആയ ആരെങ്കിലും ഒരാൾ സ്റ്റേജിലേക്ക് വരും. സ്റ്റാർ 500 ഓടി വരുന്നത് മൂന്നാമത്തെ റാങ്ക്. സാറിന്റെ പേരെന്താ? ബാബുരാജ് സാർ 60,000 രൂപ ഇൻകം മേടിച്ചു. സ്റ്റാർ 250, സ്റ്റാർ 500. ഇനി സ്റ്റാർ 1000 ആയ ആരെങ്കിലും ഈ ഹോളിലുണ്ട്? ഓടി വരുന്നത് ടീച്ചറാണ്. ടീച്ചർ എത്ര മേടിച്ചു? ടോട്ടൽ 1,48,000. 48,000. പേര് റീന ടീച്ചർ 1,48,000 രൂപ മേടിച്ചു. ഇതാണ് 4ാമത്തെ റാങ്ക്. 4 റാങ്ക് എത്തിയപ്പോ ഇത്രയാണ്. ഇനി റൂബി റാങ്കിൽ ഇരിക്കുന്ന ഒരാൾ ഈ സ്റ്റേജിലേക്ക് ഒന്ന് കയറി വരും. റൂബി റാങ്കിൽ ഇരിക്കുന്ന പ്രശാന്ത് ഏട്ടൻ വരുന്നുണ്ട്. തലശ്ശേരി പ്രശാന്ത്. ടോട്ടൽ ഇൻകം 7 ലക്ഷം രൂപ ടോട്ടൽ ഇൻകം മേടിച്ചു. തലശ്ശേരിക്കാരനാണ്. റൂബി റാങ്ക് എത്തി. അതായത് 5ാമത്തെ റാങ്ക് എത്തിയപ്പോഴേക്കും റൂബിയായി. ഇനി ഒരു പേൾ എക്സിക്യൂട്ടീവ് ആരെങ്കിലും വരുന്നത് കൊച്ചിയിലുള്ള ആളാണ്. ടോട്ടൽ 31 lakhs. ക്രിയേഷൻ എന്താണ്? എത്ര ടോട്ടൽ? 40 ലക്ഷക്കാരനാണ്. കൂടുതലാണ് ഇവിടെ ഇരിക്കുന്നത്. പേൾ എക്സിക്യൂട്ടീവ് 31 lakhs. 31 ലക്ഷം. ഇതാ 1, 2, 3, 4, 5, 6ാമത്തെ സ്റ്റെപ്പ്. അടുത്തത് എമറാൾഡ് റാങ്കിൽ ഇരിക്കുന്ന ഒരാൾ വരും. എമറാൾഡിൽ ഇരിക്കുന്ന ഒരാൾ നിതേഷ് ഫ്രം കാലിക്കറ്റ്. ടോട്ടൽ ഇൻകം 49 lakhs. 49 ലക്ഷം രൂപ എമറാൾഡ് റാങ്കിൽ ഇരിക്കുന്ന ആളാണ്. ഇനി അടുത്തത് സഫയർ റാങ്കിൽ ഇരിക്കുന്ന ഒരാൾ വരും. സഫയറിൽ ഇരിക്കുന്നത് സനീഷ് വരുന്നത്. ഓക്കെ, ടോട്ടൽ 71 ലക്ഷം സഫയർ എക്സിക്യൂട്ടീവ്. 8ാമത്തെ റാങ്കാണ്. അടുത്തത് 1 കോടി മേടിച്ച ഒരു ഡയമണ്ട് കൊണ്ടത് വരും. ആരെങ്കിലും ഒരാൾ? ഷെഫീഖ് സാർ ഉണ്ട് അവിടെ, അല്ലെങ്കിൽ റാമോൻ സാർ വന്നാലും മതി. 2 കോടിയാലും ഓക്കെ. ഒരു ഡയമണ്ട്. 9ാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ നിങ്ങൾക്ക് കരോർപതി ആവാൻ പറ്റും. ഈ ബിസിനസ് നിങ്ങൾ തുടങ്ങി 9 സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ബിസിനസ് എക്സിക്യൂട്ടീവ് ഡയമണ്ടും 1 കോടിക്ക് മുകളിലും മേടിക്കുന്ന ഇത്രയും ഈ പരിപാടിയിൽ ജോലിയുള്ളൂ. താങ്ക് യു വെരി മച്ച്. എക്സാമ്പിൾ വിളിച്ചതാണ് കേട്ടോ. ഇതാണ് ഈ ബിസിനസ്. ഇന്ന് നിങ്ങൾ ഇത് തുടങ്ങി
തുടങ്ങി ഇവിടെ കയറി ഒരു സ്റ്റാർ ടു 55,100,000 എമറാൾഡ് പേൾ, റൂബി പേൾ, എമറാൾഡ്, സഫയർ, ഡയമണ്ട്. ഈ 9 സ്റ്റെപ്പിൽ ഇരിക്കുന്ന ഇവരെല്ലാം സാധാരണ മനുഷ്യരാണ്. ഇവരെല്ലാം ഈ ബിസിനസ്സിൽ വന്ന് ഈ സിസ്റ്റം പറയുന്നത് പോലെ വർക്ക് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ട മനുഷ്യന്മാരാണ്. ഇവരെല്ലാവരും മലേഷ്യയിലേക്ക് പോകാൻ കൺഫേം ആയിരിക്കണം. ആക്ച്വലി ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? ഫ്രീ ആയിട്ട് മലേഷ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ എക്സൈറ്റ്മെന്റ് ബഹളം കൊണ്ട് ഞങ്ങൾ ഈ വന്ന കാര്യം വന്നു. ഇവിടെ കമ്പനിയുടെ ഓരോ വർഷത്തിലും ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ടാവും. നമ്മുടെ കമ്പനി ഉണ്ടാക്കിയ ദിവസം ജനുവരി 17 ഞങ്ങൾ വിദേശത്ത് വെച്ചാണ് ആഘോഷം. കഴിഞ്ഞ കൊല്ലത്തെ ട്രിപ്പ് 1800 പേരായിരുന്നു, തായ്ലൻഡിൽ വെച്ചായിരുന്നു. ഈ പ്രാവശ്യം നടക്കുന്നത് മലേഷ്യയിൽ വെച്ചാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ച മുന്നെയാണ് ഈ കമ്പനി ഇത് അനൗൺസ് ചെയ്തത്. സമയം ജനുവരി 2 വരെ സമയം കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കണം മലയാളി ആരാണെന്ന്. 2 വെള്ളിയാഴ്ച കഴിഞ്ഞു. ഇവിടുന്ന് പോയി ബുധനാഴ്ച ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് അച്ചീവറും ഇന്ത്യയുടെ ഫസ്റ്റ് അച്ചീവറും വരുന്നത് കേരളത്തിലാണ്. ഒരാളറിയോ 19 വയസ്സുള്ള ഒരു കുട്ടിയാണ് ആദ്യത്തെ അച്ചീവർ ആകാൻ പോകുന്നത് അവൻ പറയുന്നത്. അവരെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ 34 വയസ്സുകാരൻ വേറെ നിൽക്കുന്നു. ഈ വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും കേരളത്തിൽ നിന്ന് ഇൻഡസ്ട്രിയുടെ നമ്പർ ഓഫ് മലേഷ്യൻ അച്ചീവേഴ്സ്. വെരി സിമ്പിൾ, ടേക്ക് ദ ഡിസിഷൻ. 10 പേരുടെ നെറ്റ്വർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടേക്കാണ് പോകുന്നത്. ഇവിടെ ആരോ സ്റ്റേറ്റിൽ ചോദിച്ചു എത്ര പേര് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ പോണം മൈ ഡിയർ ഫ്രണ്ട്സ്. എത്രയോ തവണ പോയി. ബാക്കിലിരിക്കുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടി പറയാണ് 2500 ആളുകളെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വിദേശ രാജ്യത്തേക്ക് ഞാൻ കൊണ്ടുപോയി. കേരളത്തിലെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി 2500 പേരെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയോ? DQ കൊണ്ടുപോയോ? ഫഹദ് കൊണ്ടുപോയോ? നിങ്ങളെ സുജിക്കാൻ കൊണ്ടുപോയി 2500 പേരെ. ഞങ്ങൾ ഈ ഫെബ്രുവരിയിൽ പോകാൻ നിൽക്കുന്നത് 3000 പേരാണ് പോകുന്നത്. 3000 പോലും. കൊച്ചിയിലെ ഒരു ഫ്ലൈറ്റിൽ മുഴുവൻ വിപക്കാരാണ്. ഫ്ലൈറ്റിൽ മുഴുവൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. ഇന്ന് ആദ്യമായി ഹോളിലേക്ക് വന്ന ആളുകൾ ഫോട്ടോ എടുക്കണം നിങ്ങൾ. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഒറിജിനൽ ടിൻ ടവറിന്റെ മുന്നിൽ പോകണം. മലേഷ്യയിൽ കൊലാലംപൂരിലെ ഒറിജിനൽ ടിൻ ടവർ രാത്രി 10:30 മണിക്ക് കാണണം. സ്വർഗം. ഒരുപാട് സിനിമയിലുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഈ പടവും വെക്കണം, മറു സൈഡിൽ നിന്ന് എന്ത് വെക്കണം? ഒറിജിനലും വെക്കണം. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ആളുകൾ പറയും ഇത് നടക്കുമോ നടക്കില്ലെന്ന്. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലായിട്ടുള്ള ഗെന്റിംഗ് ഐലൻഡിലാണ് കമ്പനി താമസിപ്പിക്കുന്നത്. റൂംസ് എത്രയാണെന്ന് അറിയുമോ? 7351 റൂമുള്ള ഒരു ഹോട്ടൽ. ഇത് ഇവിടുത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഗോകുലം പറഞ്ഞു ചോദിച്ചു നോക്കൂ എത്ര റൂമുണ്ട്? 104 റൂം ഉണ്ടാവും. മാക്സിമം കൊച്ചിയിലെ എല്ലാ ഹോട്ടലുകൾക്കും 110 ഉണ്ടാവും. 7351 റൂംസ് ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൽ ഒരു കൺവെൻഷൻ ഇതേപോലെ നടക്കും. അവിടെ വന്നിട്ട് നിങ്ങൾ സ്റ്റേജിൽ കയറി ഒരു മൊമെന്റോ മേടിക്കുന്ന ആലോചിച്ചു. വെരി സിമ്പിൾ, ടേക്ക് ദ ഡിസിഷൻ. ഒരു തീരുമാനമെടുക്കൂ. ഇതുപോലെ നിൽക്കും. ഒരു തീരുമാനമെടുക്കും. ഇതുപോലെ നിൽക്കും. തീരുമാനമെടുക്കാനുള്ള കഴിവില്ലാത്തതാണ് മനുഷ്യരെ ഞാൻ കണ്ടെടുത്തോളൂ. ഞാൻ ഒത്തിരി സ്റ്റേജുകൾ കണ്ടു. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കൂ. ഞാൻ 15,000 പേരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ആന്ധ്ര തെലുങ്കാനയിൽ. തമിഴ്നാട്ടിൽ ഞാൻ 12,000 പേരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ. മണിപ്പൂരിൽ 6,000 പേരെ ഞാൻ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം പോകുന്ന സമയത്ത് ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാനും ഇങ്ങനെ ധൈര്യത്തോടെ കയറി വരാനുള്ള കറേജും ഇല്ലാത്തതാണ്. ഒരവസരം വരുമ്പോ കയറി വരാനുള്ള ചങ്കൂറ്റമില്ലാത്തതാണ്. തീരുമാനമെടുക്കാൻ പറ്റില്ല. പരിപാടി എല്ലാം ഗംഭീരം, പക്ഷെ തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ പറയുന്നു, ഞാൻ നിങ്ങളെ കോടീശ്വരനാക്കില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന കാശിന് തത്തുല്യമായ പ്രൊഡക്റ്റ് കിട്ടും. നഷ്ടങ്ങളൊന്നുമില്ല. കിട്ടുന്നതെല്ലാം സൗഭാഗ്യങ്ങൾ, എല്ലാം സൗഭാഗ്യങ്ങൾ. ഈ തീരുമാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഈ പേര് വെക്കുന്നൊരു ചടങ്ങുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കരമായിട്ട്. അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പേരിടും. അത് വലിയ ഫംഗ്ഷനാണ്. ഈ സമയത്ത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അവിടെ ഒരു ചേച്ചിക്കും ചേട്ടനും വർഷമായിട്ട് കുട്ടികളില്ല. ഇവരിങ്ങനെ പ്രാർത്ഥിക്കാണ് ദൈവത്തിനോടൊന്നും, ഒരു കുഞ്ഞിനെ തരണേ, ഒരു കുഞ്ഞിനെ തരണേ. ഇവര് പ്രാർത്ഥിച്ച് 18 വർഷം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടി.
അങ്ങനെ ഇതിന്റെ ചടങ്ങ് നടക്കുന്നത്, പേര് വെക്കൽ ചടങ്ങ്. ഞാനൊക്കെ ചെറിയ കുട്ടിയാണ്. ഈ ചേച്ചിയൊക്കെ എന്നെ ഇങ്ങനെ ഒന്ന് തലോടും, മോനെ കാണുന്നത് പോലെ ഒന്ന് തലോടും. ഞങ്ങളെല്ലാം കുട്ടികളെല്ലാം പോയിരിക്കുക, നല്ല ഫുഡ് കിട്ടുമെന്ന് അവർ എക്സൈറ്റ്മെന്റിൽ അവിടെ പോയിരിക്കുക. ഈ പേരിന്റെ ചടങ്ങിന്റെ തൊട്ടു മുന്നേ ഇവര് വന്ന് ഭയങ്കര ബഹളമായി, ഭാര്യ ഭർത്താവ് ഇവര് തമ്മിൽ ഭയങ്കര സൗണ്ടായി തുടങ്ങി. ചേച്ചി പറയുന്നത്, ഞാൻ 18 വർഷം ദൈവത്തിനോട് പ്രാർത്ഥിച്ചെനിക്ക് കിട്ടിയ കുഞ്ഞാണ്, കുഞ്ഞിന് എന്റെ അച്ഛന്റെ പേരിടുന്നതാണ് നല്ലതെന്ന്. ചേച്ചി എന്താ അച്ഛന്റെ പേര് ചോദിച്ചു? സന്താനം. അപ്പൊ ചേട്ടൻ പറഞ്ഞു, നീ മാത്രമല്ല പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചിട്ടല്ലേ കിട്ടിയത്. എന്റെ അച്ഛന്റെ പേരെന്താ മോശമൊന്നുമല്ല, എന്റെ അച്ഛന്റെ പേരിട്ടാലും ഒന്നാമത് ഇവര് അടിയാണ്. ചേട്ടന്റെ അച്ഛന്റെ പേരെന്താ വെച്ചു? ഗോപാലൻ. അപ്പൊ സന്താനം ഗോപാലനും വിടണമെന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കണം, ബഹളം. ഞങ്ങളാണ് ഈ വയറ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഫുഡ് കിട്ടുമ്പോൾ. ഈ സമയത്ത് നമ്മളൊരു ചേട്ടൻ, ഒരു അങ്കിള് ഭയങ്കര ബ്രില്യന്റ് ആയ ആളവിടെ ചെന്ന് ചോദിച്ചു, എടാ എന്താ പ്രശ്നം? പുറത്തേക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്, മനുഷ്യന്മാർ മുഴുവൻ പുറത്തിരിക്കുകയാണ്, നിങ്ങൾ ആറ്റു നോക്കി ദൈവം കുഞ്ഞിനെ തന്നപ്പോ ഇവിടെ ബഹളം ഉണ്ടാക്കാനാണ് ഇരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ പറയുന്നത് ഇവിടെ അച്ഛന്റെ പേരിട്ടാ മതി. എന്റെ അച്ഛന്റെ പേര് മോശമാണോ ചോദിച്ചു. അങ്ങനെ ഒരു അടി നടക്കും. അപ്പൊ എന്താ പ്രശ്നം വെച്ചപ്പോ ഇതാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, ചെറുക്കൻ എന്തായാലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ചുകൂടി സ്റ്റൈൽ ആയിക്കോട്ടെ, ഈ സന്താനം ഗോപാലനും മാത്രമാണ്, നമുക്കൊരു കൃഷ്ണനും കൂടി ആഡ് ചെയ്യാമോ? അപ്പൊ ഇവര് നോക്കുമ്പോ സന്താനം ഗോപാല കൃഷ്ണൻ കൊള്ളാം, ഒരു സ്റ്റൈലിഷ് പേരൊക്കെ വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് പഠിക്കുമ്പോ കുട്ടിക്ക് ഒരു രസമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇവർ സമ്മതിച്ചു. പ്രശ്നം സോൾവ് ചെയ്തു, ഫംഗ്ഷൻ നടന്നു, ഫുഡെല്ലാം കഴിഞ്ഞു, വേറെ എല്ലാം തീർന്ന് രാത്രി ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ ബെഡ്റൂമിൽ നിന്ന് സംസാരിക്കുക. അല്ലേട്ടാ സംഭവം അടിപൊളിയാണ്, എന്റെ അച്ഛന്റെ പേര് സന്താനം എന്നാണ്, നിങ്ങളുടെ അച്ഛന്റെ പേര് ഗോപാലൻ എന്നാണ്. അപ്പൊ കൃഷ്ണനാണെന്ന് ചോദിച്ചു. നമ്മൾ അയൽവാസിയായിട്ടുള്ള ചേട്ടൻ പറഞ്ഞു, അത് എന്റെ അച്ഛന്റെ പേരാണ്, കൃഷ്ണൻ എന്നുള്ള പേരാണ്. അതായത് തീരുമാനമെടുക്കാൻ പറ്റാത്ത മനുഷ്യന്മാരുടെ ജീവിതം സന്താന ഗോപാലകൃഷ്ണനായി ഇങ്ങനെ പോകും. ബാക്കിയുള്ള ആൺകുട്ടികളൊക്കെ ഇവിടെ എല്ലാ ആഴ്ചയിലും മീറ്റിംഗിൽ പങ്കെടുക്കും, അവർ സ്റ്റാർ ആവും, കുറച്ച് കഴിയുമ്പോൾ സ്റ്റാർ 250 ആവും, ഒരു 4 മാസം കഴിയുമ്പോൾ സ്റ്റാർ 1000 ആവും. അത് കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഫൈനലി വിത്തിൻ 1 year or 2 year or 3 year ഇങ്ങനെ 1 കോടി രൂപ വരുമാനം മേടിച്ച് ഈ കേരളത്തിലെ ഓരോ ജില്ലയിലും മനുഷ്യർ ഓരോ ജില്ലയിലും തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഇന്നെടുക്കാൻ സാധിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടു എന്റെ വിശ്വാസപ്രകാരം, ഞാൻ പഠിച്ച ബുക്കിലെ ഒരു വിശ്വാസപ്രകാരം, ലോകത്തിലെ ചൈനീസുകാർ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്. ചൈനീസ് പീപ്പിൾ വിശ്വസിക്കുന്ന നമ്മളെ പോലെ ഒരു വിശ്വാസം. അവർ പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 5 അവസരം വരുമെന്നാണ്. എത്ര അവസരം? 5 അവസരം. I don't know this is your first opportunity or your 5th opportunity, but I am damn sure this is the fantastic opportunity. Take a right decision and make a good future. I wish you all the best and God bless you. So, ഇവരെ ഇവിടെ വിളിച്ചു വരുത്തി ഇത്രയും നേരം നിന്ന സ്ഥിതിക്ക് എനിക്ക് ഇവരെ ഒരു ഡാൻസ് കാണാൻ നമ്മൾ പോവാണ്. കാരണം 600 ആഴ്ചയായി ഇവിടെ വെറും മസിൽ പിടിച്ച് പാട്ട് പരിപാടി മാത്രമല്ല, പരിപാടി എന്താ, ജോയിൻ ചെയ്താൽ പൈസ ഉണ്ടാക്കാം, അത്ര തന്നെ. ഇനി കേരളത്തിലെ ഓരോ മുക്കുമൂലയിലും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ഈ ടീമുകൾ എല്ലാവരും നിങ്ങൾ കാണും. മനോജ് മാധവൻ സാറിന്റെ ടീമും ഓം പ്രകാശിന്റെ ടീമും ഇവരെല്ലാം കൂടി നിങ്ങൾക്ക് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഫ്ലൈ മലേഷ്യ പ്രോഗ്രാമായിട്ട് വരും, അവരെ നിങ്ങൾക്ക് കാണാം. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി 600 ആഴ്ചയിലെ അധ്വാനം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറ്. ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്ന് തീരുമാനമെടുത്ത ആളുകളും ഈ മുന്നിലേക്കൊക്കെ ഒന്ന് വരിക, ഒന്ന് ഡാൻസ് കളിച്ചിട്ട് പോകാം, ഇവിടെ ഒന്ന് വരാം. എന്റെ അതിരും ടീമൊക്കെ അവിടെ അവന്മാരൊക്കെ മുടിഞ്ഞ ഡാൻസ്, അവരൊക്കെ മുന്നേക്ക് വരും. 600 പരിപാടിയുടെ കഴിഞ്ഞു. ഒരൊറ്റ സോങ് 600 ആഴ്ചത്തെ കഷ്ടപ്പാടിന് വേണ്ടിയിട്ട് സെലിബ്രേറ്റ് യുവർ സക്സസ് മൈ ഡിയർ ഫ്രണ്ട്. സെലിബ്രേറ്റ്. ഇവിടെ കളിക്കണം, താഴെ കളിക്കണം, നിങ്ങളുടെ ഇഷ്ടമാണ്.